നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നും ഞാൻ സന്തോഷമായിട്ടിരിക്കുമെന്ന് തോന്നിയതുകൊണ്ടല്ലേ ഞാൻ പോലും അറിയാതെ ഞാൻ നിന്നെ പ്രണയിച്ചു പോയത്. രാജു, ഇനിയും പേടിച്ചിട്ട് കാര്യമില്ല. ധൈര്യമായിട്ട് വർമ്മ സാറിനോട് പറയേണ്ടതെല്ലാം പറഞ്ഞില്ലെങ്കിൽ ഋതിക മാഡത്തിന്റെ ജീവിതം തെറ്റായ ദിശയിലേക്കായി പോകും. ഋതിക മാഡം നിന്റെ കൂടെ അല്ല, നല്ലൊരു സുന്ദരനായ സമ്പത്തുള്ള നല്ല ജോലിയുള്ള ഒരാളുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. എങ്കിലേ ഋതിക മാഡത്തിന്റെ ജീവിതം ഒരു നല്ല ജീവിതമാവും. നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ രാജു? ഇല്ല മാഡം. എനിക്കറിയാം രാജു, നീ നിന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല. കാരണം നിനക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്റെ അച്ഛന് നിന്നോടുള്ള വിശ്വാസവും നിനക്ക് എന്റെ അച്ഛനോടുള്ള ആദർശവുമാ. പ്രായത്തിൻ്റെതായ പക്വതകൾ ഒന്നുമില്ലാത്ത ഒരു പൊട്ടി പെൺകുട്ടിയുടെ മനസ്സിലെ ചിന്തകൾക്കും അവളുടെ ആഗ്രഹങ്ങൾക്കും അവൾക്ക് ആദ്യമായി തോന്നിയ പ്രണയത്തിനും എന്ത് പ്രസക്തിയല്ലേ? ഋതിക മാഡം, ഞാൻ വേണ്ട രാജു, നിനക്ക് പറയാനുള്ളതൊക്കെ എത്രയോ തവണ ഞാൻ കേട്ടിട്ടുള്ളതാ. അപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സ് നിന്നെ തുറന്നു കാട്ടിയിട്ടുണ്ട്. നീ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചോണ്ടിരിക്കുകയല്ലേ? എനിക്കിനി പ്രതീക്ഷകളൊന്നുമില്ല രാജു. മരവിച്ച മനസ്സുമായിട്ട് ഞാൻ നിന്റെ മുന്നിൽ ഇപ്പോ നിൽക്കുന്നത്. നിന്നെ പ്രണയിച്ചു തുടങ്ങിയ ദിവസം മുതല് ഞാൻ എന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറക്കാൻ തുടങ്ങിയത്. ജീവിതത്തിൽ അതുവരെ സമാധാനം എന്താണെന്നറിയാതെ ജീവിച്ചിരുന്ന എനിക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ എന്റെ വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സമാധാനം നൽകാൻ, സാന്ത്വനമേകാൻ എനിക്കും ഒരാളുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടായി. എന്നെ നീ മനസ്സിലാക്കുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു രാജു. പക്ഷെ നീ എന്റെ പ്രണയത്തെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കല്ലേ? നീ ജയിച്ചോളൂ രാജു. നിന്റെ ആദർശവും വിശ്വാസവും നീ കാത്തുരക്ഷിച്ചോ. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. ആരോടും പരാതിയില്ല, ആരോടും പരിഭവവും ഇല്ല. രാജു, എന്നോട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ
രാജു നീ എന്റെ എല്ലാ ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും എന്നെ സമാധാനിപ്പിക്കാൻ വന്നത്? എന്തിനാ നീ എന്നോട് അടുപ്പം കാണിച്ചത്? അതുകൊണ്ടല്ലേ നീ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നും ഞാൻ സന്തോഷമായിട്ടിരിക്കുമെന്ന് തോന്നിയതുകൊണ്ടല്ലേ ഞാൻ പോലും അറിയാതെ ഞാൻ നിന്നെ പ്രണയിച്ചു പോയത്? രാജു, മാഡം, രാജുവേട്ടാ, രജി ചേച്ചി, താഴേക്കിറങ്ങി വരണേ, നേരം വൈകുന്നു. ഋതിക മാഡം, നമുക്ക് പോവാം. നീ എന്നെ തനിച്ചാക്കി പോവാണല്ലേ രാജു? ഈ വേഷത്തിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അച്ഛൻ വാങ്ങി തന്നതല്ലേ, അതുകൊണ്ട് നിനക്ക് ഈ ഡ്രസ്സും പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ? പിന്നെന്താ രാജു, ആ അച്ഛന്റെ മകളായ എന്നെ നീ സ്നേഹിക്കാത്ത? അതിനൊക്കെ ഒരു യോഗം വേണമല്ലേ? എന്റെ മുഖം കണ്ട ഞാൻ കരഞ്ഞതാണെന്നൊന്നും തോന്നില്ലല്ലോ രാജു. രാജു വാ, നമുക്ക് ഹാളിലേക്ക് പോവാം. എന്താ രാജു നിൽക്കുന്ന? വാ, നിനക്ക് അച്ഛനോടെല്ലാം തുറന്നു പറയാനുള്ളതല്ലേ? വാ. ഋതിക മാഡം, സോറി. സോറിയോ? എന്തിന്? രാജുന് വിഷമമായോ? രാജുവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.